ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് ഉള്ളത് അഗ്ലോണിമയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ ഇത്ര നാളത്തെ സെയിൽ വീഡിയോയിൽ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റത്തെ അഗ്ലോണിമയുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ. ഇതോടുകൂടി നമ്മുടെ കയ്യിലെ എല്ലാ അഗ്ലോണിമകളും അവസാനിച്ചു കേട്ടോ. ഇത് ലാസ്റ്റത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ ഇട്ടതിൽ കുറച്ച് പ്ലാന്റ്സുകൾ നമുക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതായത് 3-4 പ്ലാന്റൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് നമ്മൾ കുറേ റൂട്ടിങ്ങിന് വെച്ചതും മാറ്റി വെച്ചതൊക്കെ ഉണ്ടെന്ന് ഓരോന്ന് പറിച്ച് നോക്കിയിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഇടുന്നത് കേട്ടോ. അതായത് 5 കോംബോ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഓരോന്നിലും 5 വെറൈറ്റി വെച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് റേറ്റ് തുടക്കം തന്നെ പറയാണ്, റേറ്റ് നോക്കിയിട്ടോ അങ്ങനെയൊന്നല്ല, 5 വെറൈറ്റി 500 അങ്ങനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആരും എക്സ്ചേഞ്ച് ചെയ്ത് തരുമോ മാറ്റി തരുമോ എന്ന് ചോദിക്കരുതോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോംബോ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുള്ളൂ. കാരണം ഇതിലിപ്പോൾ നല്ല വെറൈറ്റികളുണ്ട്. അത് മാത്രം ഒരാൾ ചൂസ് ചെയ്തിട്ട് ഇത് മാത്രം എനിക്ക് 5 തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ആർക്കും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ എല്ലാവരും നമ്മളിൽ നിന്ന് വാങ്ങണ ആൾക്കാർ തന്നെയാണ്, കുറേ പേര് വാങ്ങണവരുണ്ട്. അപ്പോൾ അതും എനിക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ ചോദിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള മാത്രം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആർക്കും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 500 രൂപയുടെ കോംബോ 5 വെറൈറ്റിയാണ് ഓരോന്നിനും അവൈലബിൾ ആക്കിയിട്ടുള്ളത്. എല്ലാത്തിനകത്തും നമ്മൾ റെഡ് വെറൈറ്റിയും വെച്ചിട്ടുണ്ട്, ഗ്രീൻ വെറൈറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ. കോംബോയുടെ റേറ്റ് വന്നിട്ട് 500 CC സെപ്പറേറ്റ് ആണ്. കേരളത്തിനുള്ളിലുള്ളവർക്ക് മാത്രമേ നമ്മൾ കൊറിയർ അയക്കണുള്ളൂ. അപ്പോൾ ഇതോടുകൂടി അഗ്ലോണിമയുടെ വീഡിയോസ് നമുക്ക് കഴിയാണ്. ലാസ്റ്റത്തെ പ്ലാന്റ്സ് ആണ് കേട്ടത്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ അതൊക്കെ ഞാൻ ഇനി 2-3-4 മാസമൊക്കെ എടുക്കും. റൂട്ട് വന്നാവണതിനനുസരിച്ച് മാത്രമേ ഞാൻ സെയിലിടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി നമുക്ക് കലാത്തിയുടെ ലോഡാണ് കേട്ടോ വരാൻ പോണത്. നാളെ വരും നമുക്ക് കലാത്തിയുടെ പ്ലാന്റ്സ് പുതിയത്. ഇനി നമുക്ക് കലാത്തിയുടെ വീഡിയോസ് ആയിരിക്കും, കാരണം ഇനി മഴ സമയത്ത് ഏറ്റവും ബെറ്റർ വെക്കാനായിട്ട് കലാത്തിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കോംബോ എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്നത് ഒരു ബ്യൂട്ടിയുടെ പ്ലാന്റ് ഉണ്ട്. ഇത് വന്നിട്ട് ഓറഞ്ച് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം, അധികം വിശദീകരിക്കണില്ല. ഇത് വന്നിട്ട് ഓറഞ്ച് നൈറ്റ് സ്പാർക്ലിങ്. ഇത് വന്നിട്ട് ഗോൾഡൻ സ്പൂൺ ആണ്. ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ വെച്ചിട്ടുള്ളത് ഇത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ, കണ്ടില്ലേ. പിന്നെ ഇതൊരു റെഡ് വെറൈറ്റിനാണ്, ഇതും ഡബിൾ ഷൂട്ടാണ്. ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ വെച്ചിട്ടുള്ളത് എല്ലാതും ഗോൾഡൻ സ്പൂൺ ആണ് കേട്ടോ. ചിലർ വിചാരിക്കും പണ്ടത്തെ ഒരു അഗ്ലോണിമയുണ്ട്, ഒരു ഇതുപോലെ തന്നെ ഇരിക്കും ഇങ്ങനെ ഒരു ലീഫായിട്ട്. അതല്ല, ഗോൾഡൻ സ്പൂണാണ്. അത് എന്തോ നല്ല വെളിച്ചത്ത് വെക്കണം, വെയിലത്തും കളറാവാനിട്ടാണ്. കണ്ടത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചട്ടികളിൽ കുറേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഗോൾഡൻ സ്പൂൺ. എൻ്റെ ഇതിൽ ചിലതിന് കളറുണ്ട്, ചിലതിന് കളറില്ല. ഇപ്പോൾ ഇതൊക്കെ കളറായി വരുന്നുണ്ട്, ഇതിനൊന്നും കളറില്ല. അപ്പോൾ ഇതൊക്കെ ഗോൾഡൻ സ്പൂൺ തന്നെയാണ് കേട്ടോ, മറ്റേ അഗ്ലോണിമയല്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കോംബോ വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അതിൽ ഇടയിൽ 1-2 ചെറുതുകൾ ഉണ്ടാവുള്ളൂ. സെക്കൻഡ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നത് ജയ്പോങ്ങിൻ്റെ ഒരു പ്ലാന്റ് വരുന്നുണ്ട്. ഇത് ബൗൾ ലീഫായിട്ടുള്ളതാണ്, ന്യൂ ലീഫൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ഗോൾഡൻ സ്പൂണിൻ്റെ പ്ലാന്റ് തന്നെയാണ്. ഇത് വന്നിട്ട് റെഡ് ഏഞ്ചൽ. അധികം ഹൈറ്റ് വരില്ല, പക്ഷേ ഇത്തിരിയും കൂടി ഇത്ര വരും, കണ്ട ഇത്ര വരും. എന്നാലും അധികം ഹൈറ്റ് ഉണ്ടാവില്ല, നിറച്ച് തിക്കിൽ ലീഫുകളായിരിക്കും വരാം. ഇത് വന്നിട്ട് നമ്മുടെ റോട്ടൻഡത്തിൻ്റെ പ്ലാന്റ് ആണ്. ഇതൊന്നും ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ. ഇതൊക്കെ ഞാൻ റൂട്ടാവാൻ വേണ്ടി വെച്ചേക്കായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടി വെച്ചതാണ്. ഇതിനകത്ത് ഒരു ഷൂട്ട് വരുന്നുണ്ട്. ഇത് വന്നിട്ട് റെഡ് വെറൈറ്റി ആണ്, ഞായറായിട്ടുള്ളത്. അജുമാനിയിൽ പെട്ടാന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ സെക്കൻഡ് കോംബോ വരുന്നത്. തേർഡ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നത് അതുപോലെ ഗോൾഡൻ സ്പൂണിൻ്റെ ഒരു പ്ലാന്റ്. ഇത് വന്നിട്ട് മിൽക്കി വൈറ്റ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ റെഡ് വൈൻ ഇല്ലേ, റെഡ് വൈനിൻ്റെ പ്ലാന്റ് ആണ്. ഇതൊക്കെ പണ്ട് ഞാൻ റൂട്ടൊക്കെ പോയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ റൂട്ട് വന്നപ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. കാരണം പറിച്ച് നോക്കണമല്ലോ, വീഡിയോ ഇടുമ്പോൾ റൂട്ടുണ്ടോയെന്ന് പറിച്ച് നോക്കിയിട്ട് നട്ടിട്ടാണ് നമ്മളിത് വെക്കണത്. ഇത് വന്നിട്ട് റെഡ് ഏഞ്ചൽ. ഇത് വന്നിട്ട് സ്പാർക്ലിങ്ങിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിനകത്ത് നമുക്ക് വന്നിട്ടുള്ളത് ഇത് ജയ്പോങ്ങിൻ്റെ ഒരു കുട്ടി പ്ലാന്റ് ആണ്. ഇത് വന്നിട്ട് ഗ്രീൻ ലിസ. ഇത് റോട്ടണ്ടം. ഇത് വന്നിട്ട് വാലന്റൈൻ്റെ ഒരു പ്ലാന്റ്. ഇത് വന്നിട്ട് മറ്റേ റെഡ് വെറൈറ്റിയിൽ ഞാൻ കാണിച്ചത്, ഇവിടെ ഫസ്റ്റ് കാണിച്ചത് അത് തന്നെയാണ് കേട്ടോ, സെയിം വെറൈറ്റിയാണിത്. പിന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ പ്ലാന്റിൻ്റെ കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. അതിൽ ഒരു പ്ലാന്റ് വന്നിട്ട് ഇത് വന്നിട്ട് ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റാണ്. ഇത് വെള്ളം ഉണ്ടായിരുന്നില്ല, വാടിയിരിക്കുന്നു. ഇപ്പം ഞാൻ നനച്ച് വെച്ചോളാം, അതിൻ്റെ ക്ഷീണമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ലീഫുകളൊന്നും വരും കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ മിൽക്കി വൈറ്റിൻ്റെ പ്ലാന്റാണ് കേട്ടോ. ഇത് വന്നിട്ട് സെക്സീലിയ എന്ന് പറഞ്ഞ വെറൈറ്റി ഇല്ല, അത്യാവശ്യം റയറും ആണ്, അത്യാവശ്യം റേറ്റുള്ള വെറൈറ്റിയാണ് സെക്സീലിയ. അതിൻ്റെ പ്ലാന്റാണ്. എൻ്റെ ഇതിൻ്റെ മദർ അറ്റത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ, ഞാൻ പിന്നെ കാണിച്ചു ഒരു ദിവസം. ഇത് വന്നിട്ട് ആ റെഡ് വെറൈറ്റി തന്നെയാണ്. 3 ഷൂട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്, കണ്ടില്ലേ, 3 ഷൂട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലത്തെ പ്ലാന്റുകൾ. എക്സ്ട്രാ എടുക്കാനോ നമ്മുടെ കയ്യിൽ വേറെ ഏതെങ്കിലും മാറ്റി തരാനോ ഇല്ല. ഒരു പ്ലാന്റ് പോലും മാറ്റി തരുമെന്ന് ചോദിച്ചാൽ തരാനായിട്ട് എൻ്റെ കയ്യിലില്ല കേട്ടോ, ഒന്നുമില്ല. ഇപ്പോൾ ഇതിലുള്ളതൊക്കെ റൂട്ടിങ്ങിന് വെച്ചിട്ടുള്ളതാണ് ഫ്രണ്ടിൽ. അപ്പോൾ ഇത് തന്നെയാണ് നമുക്കൊന്ന് സെയിലിനായിട്ടുള്ളത്.
500 റേറ്റ്, CC സെപ്പറേറ്റ്, കേരളത്തിനുള്ളിൽ മാത്രമേ കൊറിയറുള്ളൂ. പിന്നെ ഇതിൻ്റെ കൊറിയർ വന്നിട്ട് നമുക്ക് ഇനി മാക്സിമം അടുത്ത മൺഡേ ആയിരിക്കും വരാം. കാരണം ആഴ്ചയിൽ ഇപ്പോൾ ഒരു ദിവസം എടുക്കണുള്ളൂ. പിന്നെ നാളെ അയക്കായിരുന്നു, പക്ഷെ നാളെ എനിക്ക് ചിലപ്പോൾ പുതിയ ലോഡും വരും. പിന്നെ അത് മാത്രമല്ല മോൾക്ക് 2 മക്കൾക്കും വാക്സിനേഷൻ ഉണ്ട്. അപ്പോൾ പനിയൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ എനിക്ക് വാക്സിൻ എടുത്തതിന് പിന്നെ അയക്കാനും ലോഡ് വരുമ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അടുത്ത മൺഡേയിലേക്കാണ് ഞാൻ ഇത് അയക്കുള്ളൂ കേട്ടോ. എനിക്ക് പെട്ടെന്ന് വേഗം അയക്കാനാണ് ഇഷ്ടം. കാരണം ലോഡ് വരുമ്പോൾ അല്ലെങ്കിൽ തിങ്ങി ഞെരുങ്ങി ഭയങ്കര പാടായിരിക്കും. പക്ഷേ പറ്റാത്തതുകൊണ്ടാണ്. എങ്ങാനും വ്യാഴാഴ്ച പറ്റി കഴിയുകയാണെങ്കിൽ വ്യാഴാഴ്ച ഞാൻ അയക്കും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ബുധനാഴ്ച ഈ 5 എണ്ണം ഇടണമല്ലോ. ഇത് 5 ആവുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ വാക്സിൻ എടുക്കാൻ പോണേൽ 30 അയക്കും. എന്താണെങ്കിലും ഞാൻ അയക്കണേൽ 30 എല്ലാവരോടും പറയും. എന്നാൽ അയക്കുക എന്നുള്ള ഡേറ്റ് കറക്റ്റ് പറഞ്ഞിട്ട് നമ്മൾ പ്ലാൻ അയക്കുള്ളൂ. പറഞ്ഞ ഡേറ്റിൽ തന്നെ അയക്കും ചെയ്യും. അതിൽ ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇതിലേതെങ്കിലും പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നോക്കി വാട്സപ്പ് ചെയ്യുക. അതല്ല സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ ഏത് കോംബോയാന്നുള്ളത് പറഞ്ഞാലും മതി കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ 1st, 2nd, 3rd, 4th, 5th അങ്ങനെ എത്രാമത്തെയാണെന്നുള്ളത് പറഞ്ഞാലും മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താല്പര്യമുള്ളൊരു മെസ്സേജ് അയക്കുക. നമ്മുടെ ലാസ്റ്റത്തെ അഗ്ലോണിമയുടെ കോംബോ വീഡിയോ ആണ് കേട്ടോ ഇത്.